ഹലോ ഫ്രണ്ട്സ്, സജിൽസ് ടെക് സെൻറ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അറ്റ്ലാന്റിസ് എക്സ്ചേഞ്ചിൽ നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അത് നമുക്കെങ്ങനെ ഈ എക്സ്ചേഞ്ചിലൂടെ USDB ആയിട്ട് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, 100% എനിക്ക് ഈ ഒരു എക്സ്ചേഞ്ച് ഉറപ്പില്ല, ഇതിൻ്റെ വിഡ്രോവൽ പ്രോസസ്സൊന്നും നമുക്ക് കിട്ടുമെന്നുള്ളത്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇത് എക്സ്ചേഞ്ച്, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വിഡ്രോവൽ പ്രോസസ്സ് കുറച്ച് പേർക്കൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില ആൾക്ക് പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, 100% എനിക്ക് ഉറപ്പില്ല ഈ ഒരു എക്സ്ചേഞ്ച്. എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിലിപ്പോൾ നമ്മളന്ന് ചെയ്ത ABTC, അതായത് എയർ ഡ്രോപ്പ് കിട്ടിയ ABTC അല്ലെങ്കിൽ അറ്റ്ലാന്റിസ് കോയിനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് USDB ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. USDB എന്ന് പറയുന്നത് ഈ അറ്റ്ലാന്റിസ് എക്സ്ചേഞ്ചിൻ്റെ തന്നെ ഒരു ടോക്കണാണ്. ആ ഒരു ടോക്കൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ടോക്കൺസൊക്കെ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഈ ABTC ഇതിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ വാലറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. USDB ആയിട്ടും ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്, അതുമല്ലാതെ USDT ആയിട്ടും സെല്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമായിട്ട് USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് USDT ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നത് കാരണം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏകദേശം 90,000 USDB ഞാൻ ഇതിലേക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ USDB ഞാൻ USDT ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20,300 USDT ഇതിൽ കിടപ്പുണ്ട്. അത് വിഡ്രോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ചില ഫീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിഡ്രോ ചെയ്യാത്തത്. ആദ്യമായി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ABTC എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് മൊബൈലിൽ എടുക്കാം. നിങ്ങളുടെ മൊബൈലിൽ ഇവരുടെ ആപ്ലിക്കേഷൻ വേണ്ട, അല്ലാതെ വെബ്സൈറ്റ് തന്നെ എടുക്കാം. അതിൽ മുകളിൽ ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രേഡ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ABTC എനിക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90,000 USDB എൻ്റെ അക്കൗണ്ടിലുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ABTC സെല്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് സെല്ലെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആളുകൾ ബൈ ഓർഡേഴ്സ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ബൈ ഓർഡറിലുള്ള ഇപ്പോൾ നിങ്ങൾ ABTC അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോക്കണോ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെൽ ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഗ്രീൻ കളർ കാണുന്ന ഈ ഏതെങ്കിലും ഒരു പ്രൈസ്, നിങ്ങൾക്ക് പറ്റിയ പ്രൈസ്, ഏറ്റവും കൂടിയ പ്രൈസ് സെലക്ട് ചെയ്യപ്പോഴും അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏകദേശം 9 ABTC അല്ലെങ്കിൽ 9.9 ABTC മേടിക്കാൻ ആളുകളുണ്ട് ഇതിൽ. നമ്മൾ പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുമ്പോൾ ഇതിലൊരു എറർ കാണിക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, സെല്ല് S കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം വോളിയം അലൗഡ് ബിറ്റ്വീൻ 0.0001 ആൻഡ് 300, അതായത് 0.001-ഉം 300-നും ഉള്ള USDT ആയിരിക്കണം. അത് ആ വാല്യൂ ഉള്ള USDT മാത്രമേ നമുക്ക് ഒരു പ്രാവശ്യം സെല്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഇതിൽ 2-3 പ്രാവശ്യം ഓൾറെഡി ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ABTC നമുക്ക് 10 പ്രാവശ്യം ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ദിവസം. പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ USDTയുടെ വാല്യൂ ആണ് നോക്കേണ്ടത്. മാക്സിമം 300 USDT വരെ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ട്രേഡിൽ. നമ്മൾ ചെയ്യേണ്ടത് ഈ എമൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ഒരു 0.3 അടിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോൾ താഴെ USD 242 വാല്യൂ വന്നിട്ടുണ്ട്. വീണ്ടും ഏകദേശം 300-ന് താഴെ വരുന്ന രീതിയിൽ നമ്മളിത് ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, 0.37. ഓക്കെ, ഇത് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. 299.78. ഏകദേശം ഇങ്ങനെയാണ് ഞാൻ ഇതിൽ ട്രേഡ് ചെയ്യുന്നത്. ഇത് കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ സെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് S കൊടുക്കുക. S കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് ട്രേഡ് സക്സസ്ഫുള്ളി. ആ ട്രേഡ് ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് റേറ്റ് ഫിക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു എമൗണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 299 മാക്സിമം ആയിട്ടുള്ളൂ. വീണ്ടും സെല്ല് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം 10 പ്രാവശ്യം നിങ്ങൾക്ക് ഈ ABTC സെല്ല് ചെയ്യാൻ സാധിക്കും. 10 പ്രാവശ്യത്തിൻ്റെ ആ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഞാൻ ഡെയിലി ഇത് കിട്ടുന്ന എമൗണ്ട് എല്ലാം സെല്ല് ചെയ്യാറുണ്ട്. എന്നിട്ട് USDB ആയിട്ട് കൺവേർട്ട് ചെയ്ത് വാലറ്റിൽ കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, 10 പ്രാവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു ഹാവ് റീച്ച്ഡ് പെർ ഡേ സെൽ ലിമിറ്റ് ഓഫ് 10. അതായത് 10 പ്രാവശ്യം നമ്മൾ ഓൾറെഡി സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും, ട്രേഡ് ഹിസ്റ്ററിയും ഇതെല്ലാം ഇതിലുണ്ട്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% എനിക്ക് ഉറപ്പില്ല ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച്. എന്തായാലും 5 പൈസ പോലും നമ്മളിതിലേക്ക് ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടിയ ടോക്കൺ മാത്രം എടുത്ത് നമ്മൾ ചെയ്യുക.
ഇനി നമുക്ക് വാലറ്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. USDB കൂടിയിട്ടുണ്ട്. നേരത്തെ 90,000 ആയിരുന്നു USDB എൻ്റെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ABTC നിങ്ങൾക്ക് കാണാം. അഡ്വാൻസ്ഡ് ബിറ്റ്കോയിൻ 185 കൂടി ബാക്കിയുണ്ട്. ഓരോ ദിവസമായിട്ട് ഞാൻ അത് ഇതുപോലെ ട്രേഡ് ചെയ്തെടുക്കും. USDB നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, USDB നേരത്തെ 90,000 എന്നുള്ളത് 91,804 USDB ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ USDTയുടെ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം 20,000. ഇത് അത്യാവശ്യം ഞാൻ 2 മാസം മുമ്പ് കൺവേർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. അത് അവരുടെ ഗ്രൂപ്പിലും പറയുന്നുണ്ട്. USDTയുടെ ട്രേഡിങ് അവർ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അടുത്ത് തന്നെ അതോ റീഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എറർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് ട്രേഡിൻ്റെ ആ പേജ് എടുത്ത് ഏറ്റവും മുകളിൽ USDB നിങ്ങൾക്ക് കാണാം. അവിടെ USDT എന്ന് അടിച്ചു നോക്കുക. USDTയുടെ പെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വരും. അപ്പോൾ എൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 91,804 USDB ഉണ്ട്. നമ്മളിപ്പോൾ USDT മേടിക്കാൻ പോവുകയാണ്. നേരത്തെ സെല്ലായിരുന്നു, ഇപ്പോൾ ബൈ ആണ് കൊടുക്കുന്നത് USDT. അപ്പോൾ നമ്മൾ ഈ റെഡ് ബൈ കൊടുക്കുമ്പോൾ ഈ റെഡ് പോർഷനിലല്ല, അതായത് സെൽ ഓർഡർ ബുക്കിലുള്ള സെക്ഷനിൽ വന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഇതാണ് കറൻറ്റ് പ്രൈസ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് USDB മേടിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇട്ടിരിക്കുന്ന പ്രൈസാണിത്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഏകദേശം 900 USDT വാല്യൂ ഉള്ള അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ബൈ കൊടുക്കുക, യെസ് കൊടുക്കുക. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു എറർ കാണിക്കുന്നത് ട്രേഡ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് പെയർ. ഇത് കുറച്ച് ദിവസമായി, ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ ഈ ഒരു എറർ കാണിക്കുന്നത്. ഞാൻ ഗ്രൂപ്പിലേക്ക് അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും USDT ആയിട്ട് കൺവേർട്ട് ചെയ്ത് വിഡ്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് മാക്സിമം ട്രേഡ് ഈ ഒരു എക്സ്ചേഞ്ചിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വിഡ്രോവൽ പ്രോസസ്സ് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ബാലൻസ്, അതായത് USDT ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയ ഫീസ് ഇതിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം USDT ഞാൻ വിഡ്രോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീസുള്ള ഒരു സംഭവം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ USDTയുടെ പെയർ ട്രേഡിംഗ് ഓപ്പൺ ആകുമ്പോൾ അത്യാവശ്യം BNBയോ അല്ലെങ്കിൽ TRCയോ ട്രോണോ ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് വിഡ്രോ എമൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ അവരെ വിഡ്രോവൽ ഫീസ് കാണിക്കും. അത് പർച്ചേസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ USDTയുടെ ട്രേഡിംഗ് ഓപ്പൺ ആയാൽ മാത്രമേ എനിക്കത് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഏതെങ്കിലും ഒരു പെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ BEP എന്ന് പറയുന്നത് BNBയുടെ പെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ ERC എത്തേറിയം, പിന്നെ ഇത് TRC ട്രോണിൻ്റെ ഉണ്ട്. ട്രോൺ നെറ്റ്വർക്കാണ്. നമ്മളിപ്പോൾ ഒരു 50% USDT ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം BNB സെലക്ട് ചെയ്തിരിക്കുന്ന കാരണം ഏകദേശം 0.05 BNB വിഡ്രോവൽ ഫീ ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1,800-2,000 രൂപയാണ് വിഡ്രോവൽ ഫീ ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള ഫീ വരുന്ന എക്സ്ചേഞ്ചുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ പൈസ ഒന്നും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ വാലറ്റിലേക്ക് ഇടരുത്. ഇതിൽ നിന്ന് തന്നെ ട്രേഡ് ചെയ്ത് കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് തന്നെ വിഡ്രോവൽ ഫീസ് അടക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ TRC ട്രോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എമൗണ്ട് കൊടുക്കുമ്പോൾ 200 TRX ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം TRX 200 TRX എന്ന് പറഞ്ഞാൽ ഏകദേശം $23 വരും വിഡ്രോവൽ ഫീ ആയിട്ട്. അപ്പോൾ ഇതുള്ളത് കാരണമാണ് ഞാൻ ഇതുവരെ വിഡ്രോ ചെയ്യാതിരുന്നത്. പക്ഷേ നമ്മളുടെ USDTയുടെ പെയറെല്ലാം ഓപ്പൺ ആയി കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ ഈ ട്രോൺ പർച്ചേസ് ചെയ്ത് ഏകദേശം ഒരു 300 ട്രോണോ 250 ട്രോണോ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ TRX പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാക്സിമം അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ ABTC ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി ട്രേഡ് ചെയ്ത് USDB ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് USDTയുടെ പെയർ ഓപ്പൺ ആകുമ്പോൾ USDT ആയിട്ട് ട്രേഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്രോവൽ വീഡിയോ ഇനിയും ഇത് ഓപ്പൺ ആകുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ USDB ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ടോക്കൺസ് എല്ലാം ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ അത്യാവശ്യം ടോക്കൺസ് എല്ലാം അവൈലബിൾ ആണ്. ചില പെയേഴ്സ് ഒന്നും ഓപ്പൺ അല്ല, അല്ലെങ്കിൽ BNBയോ പോലത്തെ നല്ല ടോക്കൺസ് എല്ലാം ഇതിൽ നിന്ന് USDB വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് ഇതിൽ വെക്കാൻ സാധിക്കുന്നത്. ചില ടൈമൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ട്രേഡ് അവൈലബിൾ അല്ല, അത് കാരണമാണ് ചെയ്യാതിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തിടാം. ഇതിൽ ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ഓർഡർ ആക്ടിവേറ്റ് ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് ഇതുപോലെ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രേഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഈ ഒരു
അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ഒരുപാട് പ്രോജക്റ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരുപാട് കമ്പനി ബാക്കപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നാളും കൂടി. ഈ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റേതൊരു എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാൻ അവൈലബിൾ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് കിട്ടിയ ATC എന്ന് പറഞ്ഞ ടോക്കൺ കുറച്ച് നാൾ മുമ്പ് ഇവരത് ATC 2 ആയിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ATC 2 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ATC 3 ആയിട്ട് ചേഞ്ച് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം ഇവിടെ അവൈലബിൾ ആണോ എന്ന്. ലോഞ്ച് പാഡിൽ പോകുക. ലോഞ്ച് പാഡിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കറൻറ്റ് എയർ ഡ്രോപ്പും മറ്റു കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എയർ ഡ്രോപ്പ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ അറ്റ്ലാന്റിസ് ATC ടോക്കൺ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ATC 2 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് August 1, 2024 ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക. ഇതിൻ്റെ കോയിൻസിനെ കുറിച്ചൊന്നും ഉറപ്പില്ല, എന്നാലും നമുക്കത് ചെയ്തു വെച്ചേക്കാം. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരിക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിൽ യാതൊരു എമൗണ്ടും നിങ്ങൾ കൊടുക്കുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് കൺവേർഷനാണ്. നിങ്ങളുടെ ഇപ്പോൾ കയ്യിൽ ATC ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് കൺവേർട്ടായിട്ട് ATC 2 ആയിട്ട് വരും. ദെൻ ബൈ ATC 2 എന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാകും. 2 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ആദ്യത്തെ ദിവസം വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും ടോക്കൺസ് ഇതിൽ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ട്രേഡിംഗ് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയ ഡ്രോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും മറ്റൊരു വിഡ്രോവൽ വീഡിയോ അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതായിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും വിഡ്രോ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ യാതൊരു ടോക്കൺസും സെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ട് കിട്ടിയത് മാത്രം ഇതുപോലെ ട്രേഡ് ചെയ്തെടുക്കുക. 5 പൈസ ഇതിൽ മുടക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.